നമസ്കാരം. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധം ഇപ്പോഴൊരു തുറന്ന യുദ്ധത്തിന്റെ വക്കിലാണ്. ദക്ഷിണേഷ്യയുടെ ഭാവിയെ തന്നെ സ്വാധീനിച്ചേക്കാവുന്ന ഒരു പ്രതിസന്ധിയാണിത്. എന്തുകൊണ്ടാണ് ഈ രണ്ട് അയൽരാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇത്രയധികം വഷളായത്? ഇതിന്റെ ചരിത്രപരമായ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഈ സംഘർഷം ആ മേഖലയെ എങ്ങനെയായിരിക്കും ബാധിക്കുക? നമുക്കിതിലേക്കൊന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലാം. ശരി, അപ്പൊ നമ്മൾ ഈ വിഷയത്തെ എങ്ങനെയാണ് സമീപിക്കാൻ പോകുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഈ സംഘർഷത്തിന്റെ ചരിത്രപരമായ വേരുകളിലേക്ക് പോകും. ഒരു സ്ഥിരതയില്ലാത്ത അതിർത്തിയുടെ കഥ. അതിനുശേഷം താലിബാന്റെ മടങ്ങിവരവ് എങ്ങനെ കാര്യങ്ങളെ മാറ്റിമറിച്ചു എന്ന് നമ്മൾ പരിശോധിക്കും. പിന്നെ പാകിസ്ഥാന്റെ ആ തുറന്ന യുദ്ധപ്രഖ്യാപനത്തിലേക്ക് നയിച്ച കാരണങ്ങളും ഈ പ്രശ്നത്തിന്റെല്ലാം കേന്ദ്രബിന്ദുവായ TTPയുടെ പങ്കും നമ്മൾ വിശകലനം ചെയ്യും. ഒടുവിൽ ഈ പ്രതിസന്ധി മേഖലയുടെ സുരക്ഷയെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കിക്കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോ ഇന്നത്തെ ഈ പ്രശ്നങ്ങൾ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് പിന്നോട്ടു പോകണം, ചരിത്രത്തിലേക്ക്. കാരണം ഒരു നൂറ്റാണ്ടിലേറെയായി ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ വിഷം കലർത്തുന്ന ഒരു അതിർത്തി തർക്കമാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം. ഈ പ്രശ്നങ്ങളുടെയെല്ലാം തുടക്കമെന്ന് പറയാവുന്നത് ഈ ഡ്യൂറന്റ് രേഖയിൽ നിന്നാണ്. 1893 ബ്രിട്ടീഷുകാർ വരച്ച ഒരു അതിർത്തി. പക്ഷേ അഫ്ഗാനിസ്ഥാന്റെ കണ്ണിൽ ഇത് വെറുമൊരു വരയല്ല. പഷ്തൂൺ എന്നു പറയുന്ന ഒരേ വംശത്തിൽപ്പെട്ട ജനതയെ രണ്ടായി മുറിച്ച ഒരു മുറിവാണ്. അതുകൊണ്ടുതന്നെ ഇന്നുവരെ അവരത് ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുമില്ല. ഈ ഒരു ചരിത്രപരമായ മുറിവാണ് ഇന്നത്തെ സംഘർഷങ്ങൾക്കും എണ്ണയൊഴിക്കുന്നത്. ഈ 3 വർഷങ്ങൾ നോക്കൂ. 1893 ആ തർക്കത്തിന് തിരികെ കൊളുത്തി. 2021 താലിബാൻ അധികാരത്തിൽ തിരിച്ചെത്തിയതോടെ ആ പഴയ തർക്കം വീണ്ടും ആളിക്കത്തി. കാരണം അവർക്കും ഈ അതിർത്തിയിൽ ഒരു വിശ്വാസവുമില്ല. അതിന്റെ സ്വാഭാവികമായ ഒരു പരിണതഫലമാണ് നമ്മൾ 2026 കാണുന്ന ഈ യുദ്ധപ്രഖ്യാപനം. കണ്ടില്ലേ, ചരിത്രത്തിലെ തീരുമാനങ്ങൾ എങ്ങനെയാണ് വർത്തമാനകാലത്തെ വേട്ടയാടുന്നതെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ശരി, ചരിത്രത്തിൽ നിന്ന് നമുക്ക് വർത്തമാനകാലത്തേക്ക് വരാം, 2021ലേക്ക്. അന്ന് കാബൂളിൽ താലിബാൻ അധികാരം പിടിച്ചടക്കിയത് ഒരു സാധാരണ ഭരണമാറ്റമായിരുന്നില്ല. അത് പാകിസ്ഥാൻ-അഫ്ഗാനിസ്ഥാൻ ബന്ധത്തെയും ആ മേഖലയുടെ മുഴുവൻ സുരക്ഷാ സാഹചര്യങ്ങളെയും തലകീഴായി മറിച്ചു. അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. ഈ കണക്ക് കാണുമ്പോൾ ശരിക്കും അതിശയം തോന്നും. 75 2021 താലിബാൻ അധികാരത്തിൽ വന്ന ശേഷം മാത്രമുണ്ടായ ഏറ്റുമുട്ടലുകളുടെ എണ്ണമാണിത്. ഓർക്കണം, താലിബാനെ ഒരു കാലത്ത് പിന്തുണച്ചിരുന്നത് പാകിസ്ഥാനാണ്. എന്നിട്ടും അവർ അധികാരത്തിൽ വന്നപ്പോൾ സംഘർഷം കുറഞ്ഞില്ല, അപകടകരമാം വിധം കൂടുകയാണ് ചെയ്തത്. ഇത് കാണിക്കുന്നത് കാര്യങ്ങൾ എത്രത്തോളം കൈവിട്ടുപോയി എന്നാണ്. അങ്ങനെ ചെറിയ ചെറിയ ഏറ്റുമുട്ടലുകളിലൂടെ പുകഞ്ഞുകൊണ്ടിരുന്ന ഈ പ്രശ്നം ഒടുവിൽ പൊട്ടിത്തെറിച്ചു. നമ്മൾ എത്തുന്നത് 2026 ഫെബ്രുവരിയിലേക്കാണ്. അവിടെ വെച്ചാണ് കാര്യങ്ങൾ ഒരു നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലിലേക്ക് മാറുന്നത്. ഇതായിരുന്നു ആ നിർണായക പ്രഖ്യാപനം. പാകിസ്ഥാൻ പ്രതിരോധമന്ത്രി പറഞ്ഞത്, ഞങ്ങളുടെ ക്ഷമയുടെ പാത്രം കവിഞ്ഞൊഴുകിയെന്നാണ്. ഇതൊരു വെറും വാക്കല്ല. ഇനി ചർച്ചയില്ല, നയതന്ത്രമില്ല, നേരിട്ടുള്ള സൈനിക നടപടി മാത്രം എന്നതിന്റെ വ്യക്തമായ സൂചനയായിരുന്നു അത്. പാകിസ്ഥാന്റെ നയത്തിൽ വന്ന വലിയൊരു മാറ്റം തന്നെയായിരുന്നു ആ പ്രഖ്യാപനം. എവിടെയാണ് നമ്മൾ കാണേണ്ട മറ്റൊരു യുദ്ധം? അതായത് അതിർത്തിയിൽ മാത്രമല്ല, വാർത്തകളിലും ഒരു യുദ്ധം നടക്കുന്നുണ്ട്. ഈ കണക്കുകൾ നോക്കൂ. പാകിസ്ഥാൻ പറയുന്നതും താലിബാൻ പറയുന്നതും തമ്മിൽ ആനയും ആടും പോലത്തെ വ്യത്യാസമുണ്ട്. സ്വന്തം ഭാഗം ന്യായീകരിക്കാനും മറ്റേ പക്ഷത്തെ മോശക്കാരാക്കാനുമുള്ള ഒരു പ്രചാരണ യുദ്ധമാണിത്. ഇതിനിടയിൽ സത്യമെന്താണെന്ന് കണ്ടെത്താൻ വളരെ പ്രയാസമാണ്. അപ്പോ എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ഇത്രയും കടുപ്പൊരു നിലപാടിലേക്ക് പോയത്? അതിന്റെ ഉത്തരം 3 അക്ഷരത്തിലുണ്ട്: TTP. ഈ TTP അഥവാ തെഹ്രീക്ക്-ഇ-താലിബാൻ പാകിസ്ഥാൻ ആണിപ്പോഴത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും പ്രധാന കാരണം. പേരിൽ താലിബാൻ എന്നുണ്ടെങ്കിലും ഇത് അഫ്ഗാൻ താലിബാനിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഗ്രൂപ്പാണ്. ഇവരുടെ ലക്ഷ്യം പാകിസ്ഥാനെ ആക്രമിക്കുക, പാകിസ്ഥാൻ ഭരണകൂടത്തെ അട്ടിമറിക്കുക എന്നതാണ്. പാകിസ്ഥാന്റെ പ്രധാന പരാതി ഈ TTP തീവ്രവാദികൾക്ക് അഫ്ഗാനിസ്ഥാനിൽ സുരക്ഷിതമായ താവളങ്ങൾ കിട്ടുന്നു, അഫ്ഗാൻ താലിബാൻ അതിന് ഒത്താശ ചെയ്യുന്നു എന്നതാണ്. അപ്പോ എന്തുകൊണ്ട് അഫ്ഗാൻ താലിബാൻ TTPക്കെതിരെ നടപടിയെടുക്കുന്നില്ല? ഈ വിശകലനം പറയുന്നത് ശ്രദ്ധേയമായൊരു കാര്യമാണ്. ഒന്ന്, അവർ തമ്മിൽ പഴയ ബന്ധങ്ങളുണ്ട്. അതിലും പ്രധാനം, TTPയെ പിണക്കിയാൽ ആ തീവ്രവാദികൾ നേരെ പോകുന്നത് താലിബാന്റെ ശത്രുവായ ISKയുടെ അടുത്തേക്കായിരിക്കും. അത് അവർക്ക് ഇതിലും വലിയ തലവേദനയാകും. അതായത് ഒരു ധർമ്മസങ്കടത്തിലാണ് താലിബാൻ ഇപ്പോൾ. ഈ പ്രശ്നം പാകിസ്ഥാന്റെയും അഫ്ഗാനിസ്ഥാന്റെയും മാത്രം കാര്യമല്ല. ഇതിന്റെ അലയൊലികൾ ആ പ്രദേശം മുഴുവൻ വ്യാപിക്കുന്നുണ്ട്. പല രാജ്യങ്ങളെയും ഇത് നേരിട്ട് ബാധിക്കുന്നുണ്ട്. ഓരോ രാജ്യവും എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നോക്കൂ.
ഇന്ത്യ ഇതിനെ പാകിസ്ഥാന്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ മറച്ചുവെക്കാനുള്ള ഒരു ശ്രമമായിട്ടാണ് കാണുന്നത്. ഇറാനും റഷ്യയ്ക്കും വേണ്ടത് സമാധാനമാണ്. കാരണം അഫ്ഗാനിസ്ഥാനിലെ പ്രശ്നങ്ങൾ അവരുടെ അതിർത്തിയിലേക്കും പടരുമോ എന്ന് അവർക്ക് പേടിയുണ്ട്. ചുരുക്കത്തിൽ ഈ വിഷയത്തിൽ ഇടപെടുന്ന ഓരോ രാജ്യത്തിനും അവരവരുടേതായ താൽപ്പര്യങ്ങളുണ്ട്. സൈനികമായി നോക്കിയാൽ പാകിസ്ഥാനാണ് മുൻതൂക്കം. അവർക്ക് മികച്ച വിമാനങ്ങളുണ്ട്, അതിർത്തി കടന്ന് കൃത്യമായി ആക്രമിക്കാൻ കഴിയും. പക്ഷെ താലിബാന്റെ രീതി അതല്ല. അവർ പാരമ്പര്യേതര യുദ്ധമുറകളിലാണ്, അതായത് ചാവേർ ആക്രമണങ്ങളിലും ഗറില്ല യുദ്ധത്തിലും മിടുക്കർ. ചരിത്രം നോക്കിയാൽ നമുക്കറിയാം, വലിയ സൈനിക ശക്തികളെപ്പോലും അഫ്ഗാൻ മണ്ണിൽ മുട്ടുകുത്തിച്ചത് ഇത്തരം തന്ത്രങ്ങളാണ്. അതുകൊണ്ട് ഈ യുദ്ധം അത്ര എളുപ്പമാവില്ല. അപ്പോ ഇനിയെന്ത്? ഒരു തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു, നയതന്ത്ര സാധ്യതകൾ മിക്കവാറും അടഞ്ഞു. ഈ സംഘർഷം കൂടുതൽ വലിയൊരു യുദ്ധത്തിലേക്ക് പോകുമോ, അതോ ഡ്യൂറന്റ് രേഖയിൽ അവസാനിക്കാത്ത ഒരു പുതിയ ശത്രുതയുടെ തുടക്കമാണോ ഇത്? ദക്ഷിണേഷ്യയുടെ ഭാവി ഇപ്പോ ഈ ചോദ്യത്തെ ആശ്രയിച്ചാണിരിക്കുന്നത്.